ഹൈ കാസ് ആരാണ് പുതിയ എത്തി ഞാൻ തന്നെ. ഞാൻ പുതിയ അതി എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ യൂട്യൂബിൽ പുതിയതായിട്ടാണ് വരുന്നത്. കാരണം യൂട്യൂബിൽ തേക്ക് വഴക്കങ്ങൾ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനായത് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അമ്പൂട്ടി ശിവൻ. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വെറുതെ ഇരിക്കുമായിരുന്നു. വെറുതെ ഇരിക്കുന്ന ഡിഗ്രിക്ക് ശേഷം ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ തുടങ്ങിയതിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനും ചുമ്മാ വീട്ടിൽ പോയി ചെന്നപ്പം ഓക്കെ ശരി എന്നൊരു അക്കൗണ്ട് തുടങ്ങാം, ചുമ്മാ തുടങ്ങിയിട്ടേക്കാം എന്നിട്ട് തുടങ്ങിയാണ്. എന്ത് ടൈപ്പ് കണ്ടന്റ് വരുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എത്ര വിജയിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകാം. എവിടെയും പോകുന്നോ എന്ന് നിർത്തുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ എനിക്കറിയത്തില്ല. എനിക്ക് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ. അത് ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഫേസ് കാണിച്ചിടണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കര മടിയാണ്. കളിക്ക് പറയല്ല, നല്ല മടിയാണ്. പിന്നെ ഞാനിപ്പം ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു തൊഴിൽ രഹിതനാണ്. അങ്ങനെ വെച്ചാൽ ഞാൻ ചുമ്മാ ഇരിക്കുന്നില്ല. ഞാനിപ്പം എല്ലാ യുവാക്കളെയും പോലെ ഡിഗ്രിക്ക് ശേഷം PSC SSC അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൂടി പറഞ്ഞെങ്കിൽ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് വഴി അറിയാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ബാക്കിയായിട്ട് വരാൻ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലി വെച്ചു. രാവിലെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പോയി. അതെ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം ഒരു 10 മണിയായപ്പോൾ എഴുന്നേറ്റു, പല്ലി അരിച്ചു, ചായ കുടിച്ചു. പിന്നെ ഈ ടീഷർട്ട് ചുമ്മാ പെയിൻ എടുത്തിട്ടതാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെയിൻ എടുത്തിട്ട്. കാരണം വീട്ടിലങ്ങനെ ടീഷർട്ട് ഇട്ട് നടക്കാറില്ല. ടീഷർട്ടോ ഷർട്ടോ ഒന്നും ഇടാറില്ല. ഒരു ഷോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണ് നടക്കും. അതല്ലെങ്കിൽ അച്ചാച്ചൻ്റെ കയ്യിൽ എല്ലാം എടുത്ത് കൊടുത്ത് നടക്കും. അതാണ് ഭയങ്കര കുറച്ചുകൂടെ കംഫർട്ട്. ഞാൻ വേട്ട് വേണ്ടി എടുത്ത് നോക്കുന്നത് വെച്ചാൽ അമ്മ കടയിൽ പോയിട്ടുണ്ട്. വീട് നിന്ന് അവധി വരുന്നത്. അമ്മ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം സാധനം എടുത്തിട്ട് വരണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ഞാൻ വീണ്ടും ഒരു ദിവസം അല്ല ഇന്നത്തെ ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മുറ്റം പ്രൊഡക്റ്റീവ് മാറ്റി വെക്കാം. മുറ്റം അമ്മ അടിക്കും. അമ്മ അടി പറയണോ വേണ്ട, അപ്പം നമ്മൾ മുറ്റം തൂക്കണം. അപ്പം എനിക്ക് ചിന്തിക്കും, ഇവരെന്തിനാ മുറ്റം തൂക്കുന്നത്? ഞാൻ മുറ്റം തൂക്കാൻ തുടങ്ങും. പിന്നെ എൻ്റെ വീട്ടിലെ മുറ്റം ആരും തൂക്കും? ആരും തൂക്കില്ല. അപ്പോൾ ഞാൻ തന്നെ തൂക്കണം. മുറ്റം തൂക്കാൻ അമ്മയില്ലേ എന്ന് സംശയമുള്ളവർക്ക് അമ്മയുണ്ട്. മുറ്റമല്ലേ, അതിപ്പോൾ അമ്മയോട് തൂക്കണം നിർബന്ധമില്ല, ആരാണ് തൂക്കാൻ മതി. അപ്പോൾ നമുക്ക് മുറ്റം തൂക്കാം. ഹേ ഗൈസ്, ഞാൻ പരിക്കാത്തങ്ങ് ഇറങ്ങി. ഇതിനകത്ത് ഭയങ്കര ചൂടാണ്. മഴയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ വെയിൽ തുടങ്ങി. ഇപ്പം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഇപ്പം പരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് വീടെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ എന്താ, കഴിക്കുന്നതുണ്ട്, കുടിക്കുന്നതുണ്ട്. കുടിയതല്ല, വെള്ളം കുടി. വെള്ളം കുടിയല്ല, സാധാ വെള്ളം കുടി. ആ കാര്യങ്ങൾ പിന്നെ പഠിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് വിശേഷിച്ചൊരു കാര്യമാണ്. അത് ഡെയിലി നടക്കുന്ന കാര്യമാണ്. അതൊക്കെ കാണിച്ച് വലിയ ലോങ് വീഡിയോ ആക്കി അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല ഗൈസ്. അതാ ഇവിടെ ഇപ്പം വെയിൽ താങ്ങിക്കുക, അതുകൊണ്ട് വെട്ടത്തിന് ചെറിയ കുറവുണ്ട്. പിന്നെ വീട് തുടങ്ങി വെച്ച് എങ്ങനെ നിർത്തും അതറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം തുടങ്ങി വെക്കും. ചെറിയ മടിയൊക്കെ ഉണ്ട്. യൂട്യൂബിൻ്റെ കാര്യത്തിൽ അങ്ങനെ മടി കാണിച്ചു വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും, ഈ ഒരു തൂത്ത് കാണിച്ചു അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ഇൻട്രോ കാണിച്ചത് കൊണ്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്തതുകൊണ്ട് എന്തിന് നിന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അവിടെയാണ് ഗൈസ്, നമുക്ക് ആരെയും മുൻകൂട്ടി വിലയിരുത്താൻ പറ്റത്തില്ല. നെവർ ജഡ്ജ് ബൈ എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അല്ല, അങ്ങനെ ഡോണ്ട് ജഡ്ജ് ബൈ എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അങ്ങനെയാണല്ലോ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. പുറകെ കുറേ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. കാരണം ഓണം വരുന്നുണ്ട്. ഓണം വരുന്ന കാര്യം പറ്റുവാണെങ്കിൽ ആറന്മുളയിൽ പറയാൻ പറഞ്ഞു. എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇവിടെ ആറന്മുള വള്ളസദ്യ ഉണ്ട്. വള്ളസദ്യ കഴിക്കാൻ പോകണം പറ്റുവാണെങ്കിൽ, ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ. പിന്നെ കൂട്ടുകാരുടെ കല്യാണം വരുന്നുണ്ട്. അങ്ങനെ ചെറിയ വഴികൾ വരുന്നുണ്ട്. നമുക്കതെല്ലാം വഴി അറിയിക്കാം. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചുമ്മാ ഇരുന്ന് കാണുക, വേറെ നഷ്ടമൊന്നുമില്ലല്ലോ ഇവിടെ. എന്ത് വഴി